അയാളും തൊഴിൽ പീഡന പരാതി കമ്മിറ്റിക്കകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊടുത്ത പരാതി ഉണ്ണിയെ രക്ഷിക്കാൻ, അത് ഓഡിയോയിൽ പറയുന്നുണ്ട്, ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് കുക്കു പരമേശ്വരൻ ഇയാളോട് ആവശ്യപ്പെടുകയും ഞാൻ അയാളെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് അയാൾ പറയണമെന്ന് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോയ ശേഷം ഇയാളെ മുകളിൽ ഇവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഡെയിലി ഇതെങ്ങനെ മുഹമ്മദ് ഇത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയുന്നു. അതെ 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 അതിനകത്ത് നീനാക്കുറുപ്പ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ കാരണം ഈ കമ്മിറ്റിക്ക് ശേഷം നീനാക്കുറുപ്പ് ഇയാളോട് പോയി ചോദിക്കുന്നുണ്ട്, മുഹമ്മദിൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന അതും ഇയാൾ ഈ ഓഡിയോയിൽ എന്നോട് പറയുന്നുണ്ട്. വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്, വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിന്റെ തെളിവുകൾ എവിടെയുണ്ടോ? CCTVയിലോ ഓഡിയോയിലോ? അതിൻ്റെ തെളിവ് അയാൾ തന്നെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നത്, എല്ലാ മീറ്റിങ്ങുകളും റെക്കോർഡഡ് ആണല്ലോ. ഇയാൾ തന്നെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് ഫുൾ റെക്കോർഡിങ് അവിടെ ഉണ്ട്, അവിടെ പരിശോധിച്ചാൽ അതിൽ കിട്ടുമല്ലോ. ഈ കഥ പറഞ്ഞു, ആ മീറ്റിംഗ് പിരിഞ്ഞു, എൻ്റെ ഈ നടപടി റദ്ദാക്കി എന്ന് പറഞ്ഞുള്ളൊരു പ്രസ് മീറ്റ് അല്ലാതെ അതിനുശേഷം ഈ കഥയ്ക്കെതിരെയോ ഈ കഥ പറഞ്ഞ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ ഇപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന് പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ.